ഹായ് ഫ്രണ്ട്സ്, വളരെ സ്വാദോടുകൂടി ഉണ്ടാക്കിയ കറി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്കിന്നിവിടെ ഒരു ചീമച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് എൻ്റെ അനിയത്തി എനിക്ക് കൊണ്ടു തന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു തോരൻ വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ഒരു ചീമച്ചക്കയാണ്. ഇതിന് എന്താ പറയുക, കടച്ചക്ക എന്നും പറയും ചില സ്ഥലങ്ങളിൽ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തോരൻ ഉണ്ടാക്കിയിട്ടപ്പം കുറച്ച് പേര് കമൻറ്റ് പറഞ്ഞിരുന്നു, ഞങ്ങളിതിന് കടച്ചക്ക എന്നാണ് പറയുന്നതെന്ന് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് ശരിക്ക് കഴുകിയെടുത്തിട്ട് ഞാനിന്നിവിടെ ഒരു കൽച്ചട്ടിയിലാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് ചട്ടിയിലോ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു സവാളയും കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ 2-3 പച്ചമുളക് ഇടാം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടിട്ടിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ആവശ്യാനുസരണം ഇത് വേകാനുള്ള, ഇതൊക്കെ പെട്ടെന്ന് വേകും, ചീമച്ചക്ക പെട്ടെന്ന് വേകും, അതിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം. നമ്മൾ വറുത്തരച്ച ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കുറച്ച് കുരുമുളക് ഒക്കെ കൂടെ ഇട്ടിട്ട് അല്പം പെരിഞ്ചീരകം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മസാലക്കറിയാണല്ലോ. അതിലേക്ക് ഞാൻ ഒരു മുറി നാളികേരം ചിരകിയതും കൂടെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളർ വരുന്നത് വരേക്കും നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഏകദേശം മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി മൂത്ത് വന്ന സമയത്ത് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇടുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിടണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ നാളികേരം നന്നായി ചൂടായി കിടക്കുകയാണല്ലോ. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. അരപ്പ് റെഡിയായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചീമച്ചക്കയും പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ ചീമച്ചക്ക കറിക്കുള്ള പരുവത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യാനുസരണം വെള്ളവും ചേർത്ത് നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറിക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇവ വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വറുത്തരച്ച് കൊടുക്കാം. ഞാനിവിടെ അല്പം തേങ്ങാപ്പാലും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തേങ്ങയുടെ അളവ് കുറച്ചത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മുടെ കറി. ആ സമയത്ത് ഞാനിവിടെ ഒരു അരക്കപ്പ് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, കറിക്കൊന്നും കൂടെ ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിടണം കേട്ടോ. ഇനി നമുക്കൊന്ന് വറുത്തിടാം ഇതിലേക്ക്. സാധാരണ നമ്മൾ വറുത്തെടുക്കുന്നത് പോലെ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ കടുകിട്ടു, വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകിട്ടു. അതിനുശേഷം ഒരു 7-8 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതായത് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്തു. പിന്നെ നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ കറിയിലേക്ക് ഇത് നമുക്ക് പകർന്നു കൊടുക്കാം. നമ്മുടെ മസാലയുടേതും വറവിൻ്റേതും ഒക്കെ ഒരു അസാധ്യ മണം തന്നെയാണ് കേട്ടോ. ഇതൊന്ന് അടച്ച് വെക്കാം കുറച്ച് നേരം. ഇനി നമുക്ക് ചൂടോടെ വിളമ്പി ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പം ചീമച്ചക്കയുടെ സീസണാണല്ലോ, എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക.